ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ ഒരു പൊട്ടാറ്റോ റൈസ് ഉണ്ടാക്കാൻ പോണേ, കിഴങ്ങ് ചോറ്. അതിന് വേണ്ടിയതാ രണ്ട് ഉരുളൻകിഴങ്ങ് വലുതായേ എടുത്ത് അരിഞ്ഞ് അത് പല സ്ലൈസായിട്ട് എടുത്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് നമ്മൾ പൊട്ടാറ്റോയുടെ വലിപ്പം അനുസരിച്ച് പൊട്ടാറ്റോ സ്ലൈസാക്കി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് ഇടണേ. വെള്ളത്തിൽ ഇട്ടേക്കാണ്, ഒരു വെള്ളം കഴുകിക്കളഞ്ഞ് വേറൊരു വെള്ളത്തിൽ ഇട്ടേക്കണേ. അപ്പം ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കേ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു കുട്ടി അമ്മിക്കല്ലെടുത്ത് വെച്ചിട്ടുണ്ടേ. അതിനകത്ത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇതൊന്ന് അരച്ചെടുക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറ്. ഒരു കറി ഇനി ഇതിന് വേണ്ടേ. വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഏത് ചോറായാലും കുഴപ്പമില്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചോറാണ്. ഇനി ഇതിനകത്ത് അധികം മസാലയുടെ ആവശ്യമൊന്നുമില്ലേ. ഇനി ഇതിലോട്ട് കുരുമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കുരുമുളക് പൊടിയുള്ളേ. കുരുമുളക് പൊടിയിൽ നിന്ന് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇനി ഇതിനകത്ത് ഒരു 4 പച്ചമുളക്, അതൊന്നും ഇതിനകത്ത് അരയ്ക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് 2ആയിട്ട് മുറിച്ചതേ. ഇത് രണ്ടും ഒന്ന് അരച്ചെടുക്കട്ടെ. ഓക്കെ, ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും പെരുംജീരകവും ജീരകവും അരച്ച് കഴിഞ്ഞ് ഇനി ഇതിനകത്ത് വലുതും ചെറുതുമായിട്ട് ഒരു 10-15 വെളുത്തുള്ളി ഉണ്ടേ, ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതും ഒന്നിൻ്റെ അവിടെ നല്ല അരച്ചിട്ട് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ജീരകവും കടുകും പെരുംജീരകവും എല്ലാം നല്ല അരഞ്ഞേ. ഇനി ഇതെല്ലാം കൂടെ നമുക്കെടുക്കാം. തുള്ളി വെള്ളം ഒഴിച്ചേ കഴുകിയെടുക്കാവുള്ളേ. മതിയേ. ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കട്ടെ. ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഇരുമ്പേട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റൗ കത്തിച്ച് കൊടുത്ത് പാത്രം ചൂടാവട്ടെ. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ.
എണ്ണ ചൂടാവട്ടെ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഈ ചൂടായ എണ്ണയിലോട്ട് ചൂടായിട്ടില്ല, ഇതിലോട്ട് ഒരു 2 സവാള നീളത്തിലരിഞ്ഞതേ അതിട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണേ. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഓക്കെ, നമ്മുടെ സവാള എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ടേ. ഇത് മതിയേ. ഇതൊരു പ്ലേറ്റിലോട്ട് ഇത് കണ്ടിട്ട് ബിരിയാണിയാണെന്നും വിചാരിക്കല്ലേ. സവാള ഇങ്ങനെ ബിരിയാണിക്ക് നമ്മൾ വറുത്ത് വെക്കത്തില്ലേ, അതുപോലൊന്നുമല്ല. ഇനി ഇതിനകത്ത് ഇത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധമില്ലേ. കുറച്ച് കിസ്മസ്, മറ്റേ വെള്ളമയമുണ്ട് കഴുകി വെച്ചേക്ക്. ഇത് കുരുയില്ലാത്ത മുന്തിരിങ്ങയാണ് കേട്ടോ. മതിയേ. ഇത് നിർബന്ധതേ ഇല്ല. നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത എണ്ണയേ ഉള്ളു. ഇത് കുറയ്ക്കാം. ഇതുണ്ടിരിക്കട്ടെ. ഇനി ഈ കിഴങ്ങിന്ന് ഇങ്ങോട്ടിട്ട് കൊടുക്കേ. ഇത് ഇതുപോലെ നല്ലതുപോലെ വഴറ്റിയെടുക്കണേ. ഞാൻ എണ്ണയൊന്നും വേറെ ഒഴിച്ചു കൊടുത്തിട്ടില്ല, ആദ്യം ഒഴിച്ചു കൊടുത്ത എണ്ണയേ ഉള്ളൂ. എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കാണിക്കാം. ഇത് വേണ്ട, ഇതിൽ തന്നെ കിടന്ന് വഴന്നോളൂ. കവർ ചെയ്ത് കൊടുക്കില്ല കേട്ടോ. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ല മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതൊന്ന് ഒരു ആദ്യം ഒന്നായി കഴിയുമ്പോൾ നമുക്ക് തീ കുറയ്ക്കാം. അതുവരെ നമ്മളിവിടെ നിളക്കുമല്ലേ. ഈ തീ തന്നെ കിടന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. പെട്ടെന്നാവും ഇത്. ഇങ്ങനെ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, നമ്മുടെ കിഴങ്ങ് പാതി റെഡിയായേ. ഇനി ഇത് നമുക്കിനി ഞാൻ തീ കുറച്ചിട്ടില്ലായിരുന്നു. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആദ്യം ഒഴിച്ച എണ്ണ തന്നെ ഇതെല്ലാം ചെയ്തേ.
ഈ എണ്ണ മാത്രം മതി. ഇനി ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇനി ഇത് കിടന്ന് നല്ല ഫ്രൈ, അത്രയും ഫ്രൈ ആവണ്ട, ഒന്ന് നല്ലതുപോലെ എന്തായാലും ഒന്ന് ഇതാവണം. ഞാൻ തീ ഒന്ന് കുറയ്ക്കേ, മീഡിയത്തിന് താഴെ ഇടുക. ഇനി ചെറിയ തീ കിടന്ന് ഇതൊന്ന് റെഡി ആയിക്കട്ടെ. ഇതൊന്ന് റെഡി ആവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മളോട് നിൽക്കുമല്ലേ. ഓക്കെ, നമ്മുടെ കിഴങ്ങൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ. ഇനി ഇത് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചീനച്ചട്ടി വെക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യാക്കാം, ബട്ടറാക്കാം, ഒലിവ് ഓയിലാക്കാം, എന്ത് വേണമെങ്കിലും ഒഴിക്കാം. പക്ഷെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണ ഒരു 1.5-2 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ അരച്ചെടുത്തില്ലേ അമ്മിയിൽ, ജീരകവും പെരുംജീരകവും വെളുത്തുള്ളി, ഇഞ്ചിയും, പച്ചമുളകും, കുരുമുളകും എല്ലാം ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ നല്ല ഈസി ഉള്ളൊരു പണിയാണ്. പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്ന് വഴന്ന് കിട്ടട്ടെ, എൻ്റെ പച്ചമണം മാറി കിട്ടട്ടെ. ഓക്കെ, നമ്മുടെ മസാല റെഡി ആയിക്കഴിഞ്ഞേ നല്ല മണം വരുന്നുണ്ട്, ആ പെരുംജീരകത്തിൻ്റെയും ജീരകത്തിൻ്റെയും. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ചോറ് ഇതിനകത്തോട്ടിട്ട് കൊടുക്കേ. തീ കുറയ്ക്കാം. ഇത് ബാസ്മതി റൈസാണ്, നമ്മൾ ഏത് റൈസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കുഴഞ്ഞ ചോറാവരുന്നേ. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന പൊട്ടറ്റോയും ഈ ഉള്ളിയും മുന്തിരിങ്ങയും ഒക്കെ ഇട്ട് കൊടുക്കേ. അപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുത്തേക്കുന്നത്, ഞാൻ ചോറ് ഉപ്പിട്ട് വേവിച്ച ചോറല്ല, കിഴങ്ങിന് മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളേ.
അപ്പോൾ ഇതിനാവശ്യമുള്ള ചോറിനാവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം മിക്സ് ആക്കിട്ടെ. ചോറിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ റെഡിയാക്കി വെച്ചേക്കുന്ന കിഴങ്ങില്ലേ, അതെടുത്തിട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ടേസ്റ്റായി ചോറെന്നറിയാവോ? കാണുമ്പം തന്നെ ആ ഒരു വാ, എന്ത് ടേസ്റ്റായിരിക്കും ഇത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണേ. ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് പൊത്തി വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഒന്ന് 1 മിനിറ്റ് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. തീരെ കുറച്ചിട്ടേക്കാണ്. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മുടെ ചോറ് എടുക്കാം. 1 മിനിറ്റ് അടയ്ക്കാവുള്ളേ, തോനെയൊന്നും അടച്ച് കൊടുക്കല്. ഇതിനകത്ത് ഒരു അരമുറി നാരങ്ങയുടെ നീര്, ഗ്യാസ് ഓഫാക്കാം. ഇതൊന്നെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതിനകത്ത് വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ ഇതൊന്നും ഇടുന്നില്ല. നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റേ. ഉണ്ടോയെന്നൊക്കെ നോക്കിക്കോണം. അത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. നമുക്കിത് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റേ. കണ്ടില്ലേ, നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് ചോറ്, പൊട്ടാറ്റോ റൈസ്. നല്ല ടേസ്റ്റാണ്. ഒരു കറി ഇതിന് വേണ്ട. പപ്പടം ചുട്ടതോ പിക്കളോ ഒക്കെ വേണമെങ്കിൽ കഴിക്കാം. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു മധുരാമുന്തിരിയും ക്രിസ്മസ് ചേർത്തില്ലേ, അതുകൊണ്ട് ചെറിയൊരു മധുരം അത് വേണമെന്നില്ല. വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പം കിഴങ്ങ് പൊട്ടാറ്റോ റൈസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.